ശാലിനി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ സംസാരിച്ച് ബോറാക്കിയോ? ഇതെന്തൊക്കെയാ ശിവനി പറയുന്നേ? രേഷ്മ കാണാതെ എവിടെയോ കയറി മദ്യപിച്ചു അല്ലേ? അതിന്റെയാ ഈ പിച്ചും പേയും ഒക്കെ പറയുന്നേ. ശിവനാണല്ലോ. എന്താ ശിവ, എന്താ വിളിച്ച്? ഇവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. എവിടെ വന്നപ്പോ? ഒരിക്കലും എത്തിപ്പെടരുതെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടൊരു ഫീല്. എന്തൊക്കെയോ മനസ്സിലൂടെ കടന്നു വരുന്നു. പക്ഷേ അതെന്താണെന്നൊന്നും എനിക്കറിയാനും പറ്റുന്നില്ല. ശിവനിപ്പോ എന്തിനാ വിളിച്ചേ? വിളിക്കണമെന്ന് തോന്നി. പിന്നെ ഒരു കാര്യം അറിയണമെന്നും. ശാലിനിക്ക് സുഖമാണോ? എന്തൊക്കെയാ ശിവനി പറയുന്നേ? ഇങ്ങനെയൊന്നും ശിവൻ എന്നോട് സംസാരിക്കാത്തതാണല്ലോ. ഇനി ശിവൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയുന്നതല്ലോ. പറഞ്ഞോളൂ. കുട്ടികൾക്കും സുഖം തന്നെയല്ലേ? അവരെ നല്ലവണ്ണം നോക്കണം. അവരുടെ വാശിക്ക് മുന്നിൽ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ വേണ്ടത്. പിന്നെ അച്ഛനെയും അമ്മയെയും നല്ലതുപോലെ നോക്കണം. ചെറിയൊരു വാശിയുണ്ടെന്നേ ഉള്ളൂ. അമ്മ പാവാ. സ്നേഹം മാത്രമേ ഉള്ളൂ ആ മനസ്സിൽ. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ശാലിനി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ സംസാരിച്ച് ബോറാക്കിയോ? ഇതെന്തൊക്കെയാ ശിവനി പറയുന്നേ? രേഷ്മ കാണാതെ എവിടെയോ കയറി മദ്യപിച്ചു അല്ലേ? അതിന്റെയാ ഈ പിച്ചും പേയും ഒക്കെ പറയുന്നേ. ശിവ, അത് ശാലിനി, സോറി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? ശരിയാ. അത് ശാലിനി പറഞ്ഞ പോലെ ബോധത്തോടെ പറഞ്ഞതല്ല. എന്തൊക്കെയാ ഞാൻ പറഞ്ഞെന്നും അറിയില്ല. എല്ലാത്തിനും സോറി. അയ്യോ പേയ് പേയ്! അയ്യോ ചേട്ടാ, ഹേയ് ചേട്ടാ, 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 ഹലോ ചേട്ടാ, എഴുന്നേക്ക്. ചേട്ടാ, നിങ്ങൾ ആരാ? ചേട്ടാ പേടിക്കണ്ട. ചേട്ടാ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചേ? പേടിക്കണ്ട, നിങ്ങൾ ആരാണെന്നാ ചോദിച്ചേ? എന്താ പറഞ്ഞത്? മനസ്സിലായില്ല. നിങ്ങൾ ആരാന്നാ ഞാൻ ചോദിക്കുന്നത്?
ഞാനൊരു വഴിപോക്കനാ. ഞാനിപ്പോ ഒരു പോക്കങ്ങ് പോയേനെ. അപ്പൊ ശരി, ഇവിടെ കിടക്കല്ലേ. കഴിച്ചത് ഇറങ്ങിയിട്ടൊക്കെ വീട്ടിൽ പോയാൽ മതി കേട്ടോ. ഇല്ലെങ്കിലേ വീട്ടിലെ ആളെണ്ണം കുറയും. ആ, ഞാൻ സൈക്കിൾ എടുത്തു തരാം. ആ, ആ, ദാ പിടിച്ചോ. ആ, ശരി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? വാ, പെട്ടെന്നോ. വീട് ഇതാന്നാ തോന്നുന്നത്. എന്നാ വിളിക്ക്. ഇവിടെ ബെല്ലൊന്നും കാണുന്നില്ലല്ലോ. ഉച്ചത്തിലൊന്ന് വിളിച്ചാ പോരെ. വേലായുധാ, വേലായുധാ, വേലായുധാ. ആരാ? ഞങ്ങള് വേലായുധനെന്ന് കാണാൻ വന്നതാ. അച്ഛൻ ഞങ്ങളുടെ പഴയ വീട്ടിലാ താമസിക്കുന്നത്. അത് ഈ വീടിന്റെ പുറകിലാ. എന്നാ പിന്നെ ഞങ്ങൾ അവിടെ പോയി കണ്ടോളാം. എന്താ കാര്യം? ഞാനിവിടെ ഉണ്ട്. എന്താടോ? വേലായുധാ, ഒരു ശവം വീട് കിടപ്പുണ്ടല്ലോ. ആണിന്റെ പെണ്ണിന്റെയോ? ആണിന്റെയാ. കണ്ടിട്ട് വണ്ടിമുട്ടി അവിടെ വന്ന് കിടക്കാൻ സാധ്യതയില്ല. ഇത് എടുത്തിട്ടേക്കുന്നതാ. വള്ളിയാവോ? ഞങ്ങൾക്ക് കണ്ടിട്ട് ഏനക്കായിട്ട് തോന്നിയോണ്ടാ വേലായുധനെ വിളിക്കാൻ വന്നത്. കൊന്നുകൊണ്ടുവന്ന് തള്ളിയതോ മറ്റോ ആണോ? അതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. നമുക്കൊന്ന് നോക്കാം വേലായുധ. ഇതിലും വലിയ വള്ളി കഴുതച്ചിട്ടിട്ട് ഊരി പോന്നിട്ടുള്ളവരല്ലേ നമ്മള്. അതുകൊണ്ടാ വരാൻ മടിക്കുന്നത്. ശരി, നോക്കാം. ആ, നിങ്ങൾ വാതിലടച്ച് കിടന്നോ. അച്ഛാ, അത് വാതിലടച്ച് കിടന്നോളാൻ പറഞ്ഞില്ലേ? അല്ല, ഇതെവിടെയാ ഈ സ്ഥലം? നമ്മുടെ റോഡ് പണി നടക്കുന്ന സ്ഥലത്താണെന്നേ. ആ, വാ, നടക്ക്. എന്താ റാണി ഇതൊക്കെ? ഇതിവിടെ സ്ഥിരം പരിപാടിയാ. വഴിയെ പോണ വയ്യാവേലിയൊക്കെ അച്ഛനെടുത്ത് തലേ കയറ്റും.